അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ചെന്ന മസാല കറീൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഇതുപോലെയൊക്കെ നമ്മൾ കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് ചപ്പാത്തിൻ്റെ അല്ലെങ്കിൽ പൂരിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അതിന് മുമ്പായിട്ട് നമ്മളെ ചിഞ്ചച്ചിലു മുത്തഫാക്ക് എന്ന ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതോടൊപ്പം തന്നെ ആ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഇതിനായിട്ട് ഞാനിവിടെ 250 ഗ്രാം വെള്ളക്കടല തലേദിവസം വെള്ളത്തിൽ കുതിർത്തെടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം വെള്ളത്തോട് കൂടിയിട്ട് തന്നെ കുക്കറിലിട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് കുക്കറൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 5 വിസിൽ വരുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. ആ സമയം കൊണ്ട് തന്നെ കടലയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിക്കോളും. കടലയൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് ഇതിലേക്ക് വേണ്ട അരപ്പൊന്ന് റെഡിയാക്കിയെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഒരു കൈപ്പിടി തേങ്ങ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 തക്കാളി കട്ട് ചെയ്തതും 2 പച്ചമുളകും അതുപോലെ തന്നെ 2 പട്ടിയും ചേർത്തിട്ട് ഒരു 1/4 കപ്പോളം വെള്ളം ചേർത്തുകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കുക. ഞാൻ വെള്ളം ചേർക്കുന്ന സമയത്ത് വീഡിയോ ഒന്ന് കട്ടായി പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിവിടെ നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇതൊരു സൈഡൊക്കെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്ക് വേണ്ട മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു കടായി അടുപ്പിൽ വെച്ചുകൊണ്ട് 2 ടേബിൾ സ്പൂണോളം തവിടെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുന്ന സമയത്ത് ഒരു 1/2 ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ 2 ഏലക്കും 3 ഗ്രാമ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് 2 വലിയ ഉള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ഓരോ ടേബിൾ സ്പൂൺ വീതം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം 1/2 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വാട്ടിയെടുക്കുക. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കാണൊന്ന് വാട്ടിയെടുത്താൽ മതി. ഏകദേശം നമ്മൾ ഉള്ളിയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച അരപ്പുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായിട്ട് തന്നെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കുക. 1 ടീസ്പൂണോളം ചിക്കൻ മസാല, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി പൊടികളേക്ക് ഒരു പച്ചച്ചവ മാറുന്നത് വരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഏകദേശം നമ്മൾ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മൾ കടലയൊക്കെ ഒന്ന് പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് കടല ചേർത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പം ഞാനിവിടെ 1 കപ്പോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ വേണ്ടതെന്ന് വെച്ചെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് കണ്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ ഇതുപോലെ നമ്മൾ കുറുക്കിയെടുക്കുന്ന സമയത്ത് ഏറ്റവും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ചെയ്തെടുക്കാൻ. നമ്മളെ കറിയൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 തണ്ട് മല്ലിയില കട്ട് ചെയ്തതും 1 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാം. നമ്മളിതുപോലെ കറി ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് നിർബന്ധമായിട്ട് തന്നെ ചേർത്ത് കൊടുക്കാൻ നോക്കുക. ഇനി നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെന്ന മസാലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയെടുക്കുക. ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. അപ്പം ഞാൻ എന്നും പറയണ പോലെ തന്നെ നമ്മുടെ ചിഞ്ചച്ചിലു മുത്തഫാക്കിലെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ആ റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ ഓൾ തന്നെ ക്ലിക്ക് ചെയ്യുക. എങ്കിലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ.